എല്ലാവർക്കും ഫുഡ് ആൻഡ് എക്സ്പ്ലോറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ചിക്കൻ കൊണ്ടുള്ള പരീക്ഷണത്തിലായിരുന്നു. പക്ഷേ ചിക്കൻ മാത്രമേ ഇവിടെ കിട്ടാണ്ടായിരുന്നുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ സാധനങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മത്സ്യം കിട്ടിയിട്ടുണ്ട്. ഇതാ ഫിലോപ്പിയാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയ മത്സ്യം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷണം. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേറെ ചില മസാലകൾ ആഡ് ചെയ്ത് ഒരു പരീക്ഷണം നടത്തിയാലോ എന്നുള്ള ആലോചന വന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് സംഭവം നോക്കാം. അപ്പോൾ നമ്മളെ മീനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വരയിട്ട് വെക്കണം ആദ്യം. എന്നിട്ടാകുമ്പോൾ നമുക്ക് വേണ്ട മസാലകളാണ് എടുത്തത്. അപ്പോൾ ആദ്യമായിട്ട് ഇതൊക്കെയാണ്: ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമ്മൾ നാരങ്ങക്ക് പകരം പച്ചമാങ്ങയുടെ ഒരു സൈഡിൻ്റെ അരച്ചെടുത്തത്, അതായത് ഒരു സൈഡ് കട്ടയിട്ട് അരച്ചെടുത്തത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഇതൊരു മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ അത്യാവശ്യം നല്ലപോലെ മസാല പിടിക്കുള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത പരിപാടിയായിട്ട് ചെയ്യാം. നമ്മൾ മസാല പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിലൊക്കെ നല്ലപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ഗ്യാപ്പിലൊക്കെ നല്ലോണം മസാല ഫില്ല് ചെയ്താൽ നല്ലപോലെ ഇതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിച്ചിരിക്കും. അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ മസാല നല്ലോണം പുരട്ടുക. ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ പുരട്ടിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മൾ ചിരട്ട കനൽ വെച്ചിട്ട് ഏകദേശം നമ്മളെ വേണ്ട കനൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഗ്രില്ല്. ഇത് മുമ്പേ ഇവിടെ ഉണ്ടായ ഒരു ഗ്രില്ലാണ്. അപ്പോൾ അതിനകത്താണ് നമ്മളിന്ന് ഫിഷ് ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ച് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. ഒരേ സൈഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇടുക. ഇടയ്ക്കൊരു ഓയിലും കുറച്ച് തടവി കൊടുക്കണം. അപ്പം അതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഗ്രില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ തേങ്ങാപ്പാലിലിട്ടിട്ട് ഒരു പ്രത്യേക സാധനമാണ് കാണേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പരിപാടി. നമുക്ക് കിച്ചണിൽ പോയിട്ട് ബാക്കിയുള്ള സെറ്റപ്പ് ആക്കി വെക്കാം. നമ്മൾ അടുപ്പത്ത് ഇതേപോലത്തെ ഒരു തവ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങേൻ്റെ ഒന്നാം പാലാണ്, കുറച്ച് മതി, ഒരു 3-4 പിടി തേങ്ങയുടെ പാൽ വെക്കണം. ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, മുളക്, അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പം നമ്മളെ മീനും കൂടി വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത ടാർജറ്റ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ മീനിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. I've got an itch I can't scratch, I'm missing a piece that completes a whole part of me, an open wound scar to see. Everybody come here, gather round, welcome to the freak show, the best in town. What the hell's wrong with me? I don't get along with anybody, honestly. I've been living in my own head constantly, thoughts jumbled round, think I need a new lobotomy. Wait, all these thoughts are too negative, I don't wanna get lost in the sedative. Gotta show them what I got, I'm competitive. You know I'm about to go off, I won't let them win, I'll take a stab. I wanna chase a bag, I wanna weigh, I can change all the things I lack. I gotta face the facts, I got a taste in that. Got me obsessed with the rest, I got an itch to scratch. No way now, I'll give up everything. In my brain, running from the past, wanna escape my pain. I just wanna be a better person, I deserve this, I just wanna break these chains. Always asking for greatness,